ടെയിൽവിൻ ലാബ്സ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെയിൽവിൻ CSS ലൈബ്രറി ക്രിയേറ്റ് ചെയ്ത ആ ഒരു കമ്പനീൻ്റെ ഫൗണ്ടറിന്റെ സൈഡിൽ നിന്ന് ഏറ്റവും റീസെന്റ് ആയിട്ട് ഒരു ഷോക്കിംഗ് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. മേ ബി നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അതായത് അവരുടെ എഞ്ചിനീയറിംഗ് ടീമിൽ നിന്ന് 75% വരുന്ന എംപ്ലോയീസിനെ പിരിച്ചുവിട്ടിരിക്കുന്നു. അതും AI ഇമ്പാക്റ്റ് കൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്തതെന്ന് അദ്ദേഹം അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ടൈമിൽ നമുക്കറിയാലോ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ആണ് ഈ ഒരു ടെയിൽവിൻ CS എന്ന് പറയുന്നത്. നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ റിയാക്ടേഴ്സിന്റെ പാർട്ടായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ തന്നെ ടെയിൽവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പം വേൾഡ് വൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അക്രോസ് ദ വേൾഡ് മില്യൺസ് ഓഫ് ഡെവലപ്പേഴ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഡൗൺലോഡിംഗ് ആണെങ്കിലും ഇൻക്രീസ് ആവുന്നുണ്ട് എന്നുള്ളത് ഒക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ പോപ്പുലാരിറ്റി ഇത്രയും ഇൻക്രീസ് ആയി നിൽക്കുന്ന ഈ ഒരു ടൈമിൽ എന്തുകൊണ്ടായിരിക്കും കമ്പനിക്ക് ഇങ്ങനെ ഒരു ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ലേ ഓഫിന്റെ ഒരു ഡിസിഷനിലേക്ക് എത്തേണ്ടി വന്നത്? ഇതൊരു ടെയിൽവിൻ CSSന്റെ മാത്രം ഇഷ്യൂ അല്ല. ഈ ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്ട് സ്പേസിലുള്ള ഒരുപാട് പ്രൊജക്ട് ഇപ്പൊ നേരിടുന്ന ഒരു വെല്ലുവിളിയാണിത്. അപ്പം എന്താണ് ഈ ഒരു ലേ ഓഫിന്റെ റീസൺ? AI ഇപ്പൊ നിങ്ങളും ഇതുപോലെ ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊജക്ടിനെ ഇതെങ്ങനെ ഇമ്പാക്ട് ചെയ്തേക്കാം? നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. അതിനു മുന്നേ ഒരു കാര്യം, നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനു എന്നാണ്. ഇതുപോലുള്ള ടെക് വീഡിയോസ് ആണ് ഈ ഒരു ചാനലിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ റിയാക്ടിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നെക്സ്റ്റ്.js ആണെങ്കിലും PHP ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. AI ഒക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു സെയിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ടോടെ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഈ ഒരു ലേ ഓഫിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ടെയിൽവിനിന്റെ റവന്യൂല് വന്ന ഒരു ഇടിവാണ്. അതായത് നിങ്ങളപ്പോൾ ചോദിക്കും, പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റിന് എന്തുകൊണ്ടാണ് റവന്യൂല് ഇടിവ് വരുന്നതിൽ കുറയുന്നത്? കാരണം പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്യും, യൂസേഴ്സ് കൂടുതൽ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ആക്ച്വലി ആ പ്രൊജക്റ്റിന്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പം അവിടെയാണ് AI ഇമ്പാക്റ്റ് വരുന്നത്. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു 2023 മുൻപുള്ള സിനാരിയോ ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് AI ഇത്രയും വൈഡ് ആയിട്ട് ഡെവലപ്പേഴ്സിന്റെ ഇടയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് മുന്നേ ഉള്ള സിനാരിയോ ഫസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സപ്പോസ് നമുക്ക് ഒരു യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചോ. നിങ്ങൾ ടെയിൽവിൻ CSS ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ യൂസർ ഇന്റർഫേസിന് വേണ്ടിയിട്ടുള്ള സ്റ്റൈലിങ്ങിന് ആവശ്യമുള്ള, ഇപ്പൊ എക്സാമ്പിൾ ടെക്സ്റ്റ് ബോക്സസ്, ബട്ടൺസ്, അങ്ങനെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഡ്രോപ്പ് ഡൗൺ കാര്യങ്ങൾക്കൊക്കെയുള്ള ക്ലാസ്സസ് ഒക്കെ നമുക്ക് ടെയിൽവിന്റെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ പോയിട്ടായിരിക്കും റീഡ് ചെയ്തെടുത്തിട്ട് വരുന്നത്. അതായത് ഇപ്പം അവിടെയാണ് ഏതൊക്കെ ക്ലാസ്, അതിന് ഏതൊക്കെ വേരിയേഷൻസ്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു ടെക്സ്റ്റിന് കളർ കൊടുക്കണമെങ്കിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളേഴ്സും അതിന്റെ ഇന്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം ഡെവലപ്പേഴ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് ഈ ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിലേക്കാണ്. അപ്പൊ എന്താണ്, പക്ഷേ ഇപ്പത്തെ ഈ ഒരു സിനാരിയോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് സെയിം ഇന്റർഫേസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ChatGPT ജെമിനയോ അല്ലെങ്കിൽ ക്ലോഡൊക്കെ പോലുള്ള AI ടൂൾസിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള AI ഇന്റഗ്രേറ്റഡ് IDs യൂസ് ചെയ്യും. ഇപ്പം കഴ്സർ, ആന്റി ഗ്രാവിറ്റി, അറ്റ്ലീസ്റ്റ് നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ ആണെന്നുണ്ടെങ്കിൽ GitHub Copilot യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, പ്രോംപ്റ്റ് ആയിരിക്കും ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ആക്കും റിക്വയർമെന്റും കൂടെ നീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു AI തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് തരും. അവിടെ ഇപ്പം ടെയിൽവിൻഡ് എന്ന് കൊടുത്താൽ ടെയിൽവിൻഡിന്റെ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സൊല്യൂഷൻ നമുക്ക് തരുന്നത്. അതിന്റെ അർത്ഥം എന്താ, ഇപ്പം ഡെവലപ്പേഴ്സ് ആരും ഈ ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിലേക്ക് വിസിറ്റ് ചെയ്യുന്നില്ല. അതായത് അവരുടെ ഈ ഒരു വെബ്സൈറ്റിന്റെ 40% ട്രാഫിക് ഈ ഒരു AI വന്നതിന് ശേഷം റെഡ്യൂസ് ആയിട്ടുണ്ട്. ഈ ഒരു റീസൺ കൊണ്ടാണ് ഇവരുടെ റവന്യൂല്
ഇത്രയും ഒരു ഇടിവ് വന്നത്. അതായത് ഇത് ജസ്റ്റ് ഒരു ടെയിൽവിൻ സീസസിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെയിൽവിൻ സീസസ് മാത്രം നേരിടുന്ന ഒരു വെല്ലുവിളിയല്ല. ഈ ഒരു സ്പേസിൽ നിൽക്കുന്ന എല്ലാ പ്രൊജക്ട്സിനും ആക്ച്വലി ഈ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് ഇപ്പം അവർ പറയുന്നത് 80% റവന്യൂല് കുറവ് വന്നു എന്നാണ്. അതൊരു ചെറിയൊരു എമൗണ്ട് അല്ല അല്ലെ. ഇപ്പൊ ഇൻ കേസ് നിങ്ങളുടെ പ്രൊജക്ട് ആണെങ്കിൽ പോലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ട് ആണ്. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു വെബ്സൈറ്റിലേക്ക് അതിന്റെ ട്രാഫിക് റെഡ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് റവന്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ടെയിൽവിന്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം അവരൊരു പ്ലസ് സബ്സ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതായത് ഡെഫിനറ്റ്ലി ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആണ്, നമുക്ക് എമൗണ്ട് ഒന്നും പേ ചെയ്യാതെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരു പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതായത് പ്രീ ബിൽറ്റ് ആയിട്ടുള്ള കോമ്പോണൻസ്, പ്രീ ബിൽറ്റ് ആയിട്ടുള്ള തീംസ്, അതുപോലെ തന്നെ പ്രീ ബിൽറ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രൊവൈഡ് ചെയ്യും. സോ നമുക്ക് ഒന്നും കൂടെ ഈസിയർ ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള യൂസർ ഇന്റർഫേസിനെ ബിൽഡ് ചെയ്യാം ഇത് യൂസ് ചെയ്തിട്ട്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ AI വന്നതിന് ശേഷം ആരും ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ ഇവിടെ അവൈലബിൾ ആണെന്ന് ആർക്കും അറിയില്ല. ആണെങ്കിൽ തന്നെ ആരും യൂസ് ചെയ്യില്ല. യൂസ് ചെയ്യാത്തതിന്റെ കാരണം എന്താ? ഇപ്പം ഞാൻ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, AI-നെ LLM ട്രെയിൻ ചെയ്യുന്നത് ഈ വെബ് ഡാറ്റ യൂസ് ചെയ്തിട്ടാണ്. സോ ഈ ഒരു ഈ ടെയിൽവിന്റെ ഡോക്യുമെന്റേഷനും ഇതിന്റെ ട്രെയിനിങ് ടൈമിൽ ഡെഫിനറ്റ് ആയിട്ടും ഇതിനെ കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്താ നമ്മൾ പറഞ്ഞു, നമ്മളെങ്കിൽ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഡെവലപ്മെന്റ് പ്രോസസ്സ് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ ഒരു LLM തരുവാണെങ്കിൽ ഒരു വെബ്സൈറ്റിലേക്ക് ആരും പോകില്ല. മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ പ്ലസ് സബ്സ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കുന്ന ഈ ഒരു കോമ്പോണൻസ് കാര്യങ്ങളൊക്കെ മേ ബി ഈ ഒരു ഫ്രീ ആയിട്ട് AI ഈ ഒരു യൂസറിന് കൊടുത്തേക്കാം. ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല, അതിനും ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ എമൗണ്ട് എക്സ്ട്രാ ഒരു എമൗണ്ട് ഒക്കെ കൊടുത്ത് ഇതുപോലുള്ള സബ്സ്ക്രിപ്ഷൻസ് ഒന്നും ആരും എടുക്കാൻ പ്രിഫർ ചെയ്യില്ലല്ലോ. അപ്പം ഇതാണ് ആക്ച്വലി ഇവിടുത്തെ സാഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. AI ഇതുപോലുള്ള പ്രൊജക്റ്റിനെ ഈ ഒരു രീതിയിലാണ് അഫക്റ്റ് ചെയ്തത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇതൊരു ടെയിൽവിൻഡിന്റെ മാത്രം ഇഷ്യൂ അല്ല. അതായത് ഒരുപാട് ചെറിയ കമ്പനീസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് മാത്രം ഇരുന്നിട്ട് ഒരു ഇതുപോലെ ഓപ്പൺ സോഴ്സ് പ്രൊജക്ടിന്റെ മേലെ നിന്ന് മണി ഏൺ ചെയ്യുന്നവരുണ്ടാവും. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു ഓപ്പൺ സോഴ്സ് പാർട്ടും ഉണ്ടാവും, ഒരു പ്രൈസിങ് മോഡലും ഉണ്ടാവും. അപ്പം ഈ ഒരു പ്രൈസിങ് മോഡലിന്റെ ബേസിൽ, അതിന്റെ സബ്സ്ക്രിപ്ഷന്റെ ബേസിലായിരിക്കും ആക്ച്വലി അവരുടെ കമ്പനി റൺ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ AI ഈ ഡാറ്റ ഈ ഒരു സെക്കൻഡ് ലെയർ വന്നു, AI ഈ ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കമ്പനീസിന്റെ എക്സിസ്റ്റൻസ് തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ പോയി നിൽക്കൂലേ. അതായത് ഡെവലപ്പേഴ്സിന്റെ ജോബ് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന അതേ ഒരു അവസ്ഥ തന്നെയാണ് കമ്പനീസും ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ടെയിൽവിൻഡ് ആണ് അതിന് ഒരു എക്സാമ്പിള്. ഇനി ടെയിൽവിൻഡിന്റെ ഈ ഒരു ഇഷ്യൂ പബ്ലിഷ് ആയപ്പോൾ ഒരുപാട് വലിയ കമ്പനീസ് ഇവരുടെ സ്പോൺസർഷിപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ നിങ്ങൾ അവരുടെ സ്പോൺസർഷിപ്പിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാം, കഴ്സർ, അതുപോലെ തന്നെ ലവബിൾ, കോഡ്രാബിറ്റ്, ബോൾട്ട്, അതായത് ഇവരൊക്കെ AI-ന്റെ ത്രൂ മണി ഇൻകം ഏൺ ചെയ്യുന്നവരാണല്ലേ. അപ്പം AI യൂസ് ചെയ്തിട്ട് മണി ഏൺ ചെയ്യുന്ന ഇത്തരം കമ്പനീസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഇതുപോലുള്ള ടെയിൽവിൻഡ് പോലുള്ള കമ്പനീസിന്റെ ഡാറ്റ സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. സോ ഇതുപോലത്തെ പ്രൊജക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര നാള് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു $10,000 ആണ് ഈ ഒരു കഴ്സർ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അത് അങ്ങനത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതായത് ഇതൊരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു നോർമലി ഒരു കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഒരു ഇൻകം ആണ് ഇതെന്ന് ഇവർക്ക് മന്ത്ലി കിട്ടുമെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം അതാണ് ഇഷ്യൂ. ഇപ്പൊ ഈ ഒരു കമ്പനിക്ക് മാത്രമല്ല, നിങ്ങൾ റീസെന്റ് ആയിട്ട് സ്റ്റാക്ക് ഓവർഫ്ലോയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ന്യൂസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും കാണാം. അതായത് അവരൊരു ഗ്രാഫ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ടെയിൽവിന്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക്കിന് റെഡ്യൂസ് ആയതുപോലെ തന്നെ സ്റ്റാക്ക് ഓവർഫ്ലോയും പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഹ്യൂജ്, അതായത് ഓൾമോസ്റ്റ് സീറോയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. ഇപ്പം സ്റ്റാക്ക് ഓവർഫ്ലോയിന്റെ എന്റെ യൂസേജ് ഒന്നും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ലല്ലോ. ജൂനിയേഴ്സിന് ഒരു പക്ഷെ അറിയില്ലായിരിക്കും. പക്ഷെ സീനിയേഴ്സ് ഒരു കാലത്ത്, അതായത് ഇപ്പൊ ഞാൻ ഓൾറെഡി 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്
ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പറയുന്നത് സ്റ്റാക്ക് ഓവർഫ്ലോയിൽ പോയി സെർച്ച് ചെയ്ത് നോക്കുന്നതായിരിക്കും. അതായത് ഇപ്പം അതല്ല, ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലിങ്ക് പോലും സ്റ്റാക്ക് ഓവർഫ്ലോയിന്റെ ആയിരുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ ഇട്ട് അതിലെന്തെങ്കിലും ഇഷ്യൂസ് വന്ന് അതിനെ കറക്റ്റ് ചെയ്ത് ദിവസങ്ങളോളം വെയിറ്റ് ചെയ്ത് അവരുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് കിട്ടി അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് വന്നവരാണല്ലേ നമ്മൾ. അത്രയും ഇമ്പോർട്ടൻസ് ഇമ്പാക്ട് ഉണ്ടായിരുന്നു സ്റ്റാക്ക് ഓവർഫ്ലോയ്ക്ക് നമ്മുടെയൊക്കെ ലൈഫിൽ. പക്ഷെ ഇപ്പം ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ വെബ്സൈറ്റിൽ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യാൻ പോയിട്ട് ആൻസേഴ്സ് തന്നെ എനിക്ക് തോന്നുന്നില്ല റെഫർ ചെയ്യുന്നുണ്ട് എന്ന്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഐഡിയസ് ആണെങ്കിലും ഒക്കെ വന്നതോടുകൂടി അങ്ങനത്തെ ഒരു എക്സ്റ്റേണലിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള റിക്വയർമെന്റ് ഇപ്പം ഡെവലപ്പേഴ്സിന് ഇല്ലല്ലോ. അപ്പം അതാണ് ടെയിൽവിന്റെ സൈഡിൽ നിന്ന് വന്ന ഈ ഒരു ന്യൂസ്. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു കിറ്റിന്റെ അത് പറഞ്ഞു തന്നെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാ അദ്ദേഹം ഒരു കമന്റിന്റെ റിപ്ലൈ ആയിട്ട് കൊടുത്തതാണ് കേട്ടോ. ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതായത് LLMന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് ആവശ്യപ്പെട്ടു. അപ്പം അതിന്റെ ഒരു ഫോളോ അപ്പ് പോലെ ചോദിച്ച സമയത്താണ് ഈ ഒരു ഫൗണ്ടർ ഇതിനൊരു റെസ്പോൺസ് പോലെ പറഞ്ഞതാണ്. 3 days മുന്നേ 75%ഓളം എംപ്ലോയീസിന്റെ ലൈ ഓഫ് നടന്നിട്ടുണ്ടായിരുന്നു. റവന്യൂല് റിഡക്ഷൻ വന്ന ഒരു വലിയൊരു പാരഗ്രാഫാണ് അത് ഞാൻ കൊടുത്തേക്ക്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. നമ്മളെല്ലാവരും ഇതുപോലെ ടെക്നോസിസ് ഒക്കെ ഫോളോ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണല്ലോ. അതിന്റെ അണ്ടറിൽ ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പം ഇപ്പം ഞങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റേഷൻ പ്രിപ്പറേഷനിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. റവന്യൂ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് യൂസ്ഫുൾ ആണെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.